ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി CPM കേരള ഘടകം ആഴത്തിൽ പരിശോധിക്കണമെന്ന് നിഷ്കർഷിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അതിനായി ഇവിടെ തിരുത്തൽ മാർഗരേഖ നടപ്പിൽ വരുത്തിയേ തീരൂ എന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ച കാര്യം ജൂലൈ 21-22 തീയതികളിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. LDFനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൈവരിക്കാൻ കഴിഞ്ഞ വലിയ നേട്ടം തന്നെയാണ് തുടർഭരണം എന്ന് CPM അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിൻ്റെ നീണ്ട കാലയളവ് പാർട്ടിയെ ദുഷിപ്പിക്കുകയാണെന്ന വിലയിരുത്തലും വികാരവും CPMൽ തീവ്രമാണ്. കേരളത്തിലെ സഖാക്കൾ അഹങ്കാരം അവസാനിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് യെച്ചൂരിയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ്. ഈ മാസം ആരംഭിച്ച സമ്മേളനങ്ങൾ തിരുത്തലിനും ശുദ്ധീകരണത്തിനും വേദിയാകണമെന്ന് സംസ്ഥാന നേതൃത്വം നിഷ്കർഷിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ആ തിരുത്തൽ പ്രക്രിയ പക്ഷേ എളുപ്പമാകില്ലെന്ന വാദഗതിയാണ് പ്രബലം. അംഗങ്ങളെക്കുറിച്ച് ആദ്യം വിവരിച്ച കണക്കിൽ തെളിഞ്ഞു വരുന്ന വസ്തുത അതിന് കാരണവുമാണ്. തുടർഭരണത്തോട് ആ ഭരണത്തിന് ചുറ്റും എന്നതിലേക്ക് പാർട്ടി മാറി അധികാരം നൽകുന്ന സുഖസൗകര്യങ്ങൾക്കും സാധ്യതകൾക്കുമായി ഊന്നൽ. നമ്മുടെ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സഖാക്കളെ പഠിപ്പിക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നു എന്നാണ് തോൽവിക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത്. പ്രത്യയശാസ്ത്രത്തിലും അതിൻ്റെ പ്രയോഗത്തിലുള്ള പ്രാഗൽഭ്യമായിരുന്നു സീതാറാം യെച്ചൂരിയെ ശ്രദ്ധേയനാക്കിയത്. പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ടെങ്കിലേ ജീർണതകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അംഗങ്ങൾക്ക് സാധിക്കൂ എന്നതാണ് CPM കാഴ്ചപ്പാട്. തുടർഭരണം പക്ഷേ സഖാക്കളുടെ മുൻഗണനയിൽ മാറ്റം വരുത്തി. പണപ്പിരിവുകളുടെ ഭാഗമായ അഴിമതി, വലിയ സംഭാവനകൾ നൽകുന്നത്, പാർട്ടിക്കാരെ വിലക്കെടുക്കുന്നത്, പരാതികൾ രഹസ്യമായി ഒത്തുതീർക്കാൻ കോഴ വാങ്ങുന്ന രീതി, പാർട്ടി സർക്കാർ പദവികളിൽ കയറിപ്പറ്റാൻ പരസ്പര സഹായ സംഘമായി പ്രവർത്തിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ തുടങ്ങിയവയെ സംബന്ധിച്ച് പരാതി CPMൽ ഇന്ന് വ്യാപകമാണ്. യഥാർത്ഥത്തിൽ VS പിണറായി വിഭാഗീയതയും അതിൻ്റെ ഭാഗമായി പാർട്ടി പിടിക്കാനുള്ള മത്സരങ്ങളുമാണ് ഈ അപജയത്തിന് തുടക്കം കുറിച്ചത്. തുടർഭരണം ആ ജീർണതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറി. മറ്റൊരു ബംഗാളായി കേരളം മാറരുതെന്ന് ഉറച്ച ബോധ്യത്തോടെയാണ് ജനറൽ സെക്രട്ടറിയായ ഉടൻ കൊൽക്കത്തയിൽ ദേശീയ സംഘടനാ പ്ലീനം നടത്താൻ യെച്ചൂരി മുന്നിട്ടിറങ്ങിയത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടിയ വെറും 33% വോട്ടങ്ങനെ ഒരു അപകടമണി മുഴക്കുകയാണ് ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ഇന്ത്യൻ പാർട്ടിക്കുണ്ടായ പതർച്ചയെ നേരിടുന്നതിനിടെ യെച്ചൂരി വഹിച്ച പങ്ക് പ്രധാനമാണ്. അതിന് പിറ്റേ വർഷം ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം അവതരിപ്പിച്ച ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ എന്ന രേഖ ഇന്ത്യൻ ഘടകത്തിന് വെളിച്ചവും ആത്മവിശ്വാസവും പകർന്നു. മറ്റൊരു സമീപകാല കണ്ടെത്തൽ ഇവിടെ പ്രസക്തമാണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയ ആ സോവിയറ്റ് തകർച്ചയുടെ അനുഭവപാഠം നേരിട്ട് ഉൾക്കൊള്ളാൻ അവസരം കിട്ടാത്തവരും അതിനുശേഷം പാർട്ടിയിൽ ചേർന്നവരുമാണ് കേരളത്തിലെ 88% അംഗങ്ങളും. തലമുറ മാറ്റം ഗുണപരമല്ലെങ്കിൽ അത് എവിടേക്ക് കേരള ഘടകത്തെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നതിൻ്റെ ഉരകല്ലുകൂടിയാകും പാർട്ടി സമ്മേളനങ്ങളും പിന്നാലെ വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും.